ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. എല്ലാവർക്കും ലത്തി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനല്ലേ പട്ടാമ്പി കരിമ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത്. ഇവിടെ നിന്നാണ് ഈ ഒരു വരവ്, അതായത് പെട്ടിവരവ്, ഈ റാവുത്തർമാരെ വീട്ടിൽ നിന്നാണ് പെട്ടിവരവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ പെട്ടിവരവ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കാഴ്ച കാണാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇത്ര റിസ്ക് എടുത്ത് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ കാഴ്ചകൾക്ക് പോയ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നേരെ വീഡിയോക്ക് പോകും. ഓക്കെ. അൽജിലാനിയുടെ ഇന്ന് കൃത്യം 8 മണിക്ക് അങ്ങനെ 111ാമത് പട്ടാമ്പി നേർച്ചതിൻ്റെ പെട്ടിവരവാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പെട്ടിവരവാണ് ഇതിലുള്ള ഒരു പ്രധാന ഒരു വരവിട്ടം. ഈ ഒരു കാഴ്ച അവിടെ എത്തുമ്പോഴേക്കിന് ഒരുവിധം ടൈം ആവുണ്ടാവും. അപ്പം ഈ ഒരു വരവിന് ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. നമ്മളെ കൊടിവരവ് പോലെ തന്നെ കൊടിവരവ് കഴിഞ്ഞ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വരവാണ് ഈ ഒരു പെട്ടിവരവ്. ഇവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ദാവത്തർമാരാണ് ഈ ചെയ്യുന്നത് കേട്ടോ. കാലങ്ങളോളമായിട്ട് അവരാണ് ചെയ്യുന്നത്.
ഞങ്ങൾ 100 കൊല്ലമായിട്ട് നടത്തുന്നത് 110 കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ രാവുത്തന്മാർ പെട്ടിയാണിത്. കൊല്ലം വരുന്നുണ്ട്. 110 കൊല്ലത്ത് നടത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് തന്നെ ഞങ്ങൾ ഈ നേർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ പഴയ ആളാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ടവരോട് അടക്കം ചെയ്ത് നിൽക്കുന്നത് ഐസങ്ങൾ ബാബ. ഞങ്ങൾ ഇവിടെ കൊല്ലം ഈ നേർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പെട്ടി ഇവിടെ കൊണ്ടുപോയിട്ട് പട്ടാമ്പിയിൽ ഇറക്കിയിട്ട് അവിടെ നിന്ന് മടങ്ങി വന്നിട്ട് കാലത്ത് പോയിട്ട് പുലർച്ചെ പോയിട്ട് ഒരു പെട്ടി ഇറക്കിയിട്ട് അവർ തുറന്നിട്ട് തങ്ങളുടെ പാപ്പ തുറന്നിട്ട് ഇങ്ങോട്ട് വരും. അതാണ് ഞങ്ങളുടെ നേർച്ച. നമ്മളിപ്പോൾ മേലെ പട്ടാമ്പിയിൽ എത്തിയിട്ടുണ്ട്. ഈ മേലെ പട്ടാമ്പിയിൽ നിന്നാണ് എല്ലാ വരവുകളും അങ്ങോട്ട് ജാർത്തിനാട് പോകണമായിട്ട്. അപ്പം ഒരുപാട് വരവുകൾ ഇനി വരാനുണ്ട്. അപ്പോൾ അതിനിങ്ങനെ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ആകെ വന്നിട്ടുള്ള ഒരു വരവ് എത്തിയിട്ടുള്ളൂ. ഒരു 7 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. എല്ലാ വരവും 7 മണിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെ എത്തുമെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടി ഇങ്ങനെ ഘോഷയാത്രയായിട്ട് അങ്ങോട്ട് പോകും. അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ എല്ലാ വഴിയിലും അവിടെ നിന്ന് വരുന്നതും അതേപോലെ ഈ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ ആളിങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം, ഓരോന്നായിട്ട് കാണാം. ഓക്കെ. പട്ടാമ്പിക്ക് വ്യത്യസ്തമായ ഷോപ്പിംഗ് അനുഭവങ്ങൾ സമ്മാനിക്കും രാജ് സൂപ്പർ മാർക്കറ്റ്.